ഹായ് ഫ്രണ്ട്സ്, ഫ്ലവർ മേക്കിംഗ് ടിപ്സിൽ ഫിനിഷ് പേപ്പറിൽ സെറ്റ് ചെയ്ത ഒരു അടിപൊളി ഫ്ലവറാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് രണ്ട് ടൈപ്പിലുള്ള ഫിനിഷ് പേപ്പറാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഫ്ലവറിന് വേണ്ടിയുള്ളത്. ഇത് നമുക്ക് ഏത് കളർ വേണേലും ഫ്ലവറിന് സെലക്ട് ചെയ്യാം. പിങ്ക് കളറാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഗ്രീൻ കളർ ലീഫിന് വേണ്ടി, പക്ഷേ ഇതൊരവസ്ഥ പറ്റിപ്പോയി, ഡബിൾ കളറായിപ്പോയി. ഞാനത് ഒട്ടിച്ചാണ് ഞാനിത് എടുക്കുന്നത്. അന്നേരം ഡാർക്ക് കളർ തന്നെ നമുക്ക് ലീഫിന് കിട്ടും. പിന്നെ ടോയിന്, സിസർ, ഗ്രീൻ ടേപ്പ്, ഫെവിക്കോൾ, കമ്പി. ഇത് ലീഫിൻ്റെ നടുക്കൂടെ ഞാൻ ഈ കമ്പിയും കൂടെ വെച്ചാൽ നല്ലൊരു ബലം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഈ കമ്പി എടുത്തിട്ടുണ്ട്, അല്ലാതെ കെട്ടുകമ്പി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റിക്ക്. ഇത് നമുക്ക് ഒത്തിരി നമുക്ക് ഈ ഫ്ലവർ ഉണ്ടാക്കുമ്പോഴത്തേന് ഈ സ്റ്റിക്ക് കൊണ്ടുണ്ട്. ഇത് നമുക്ക് ഫ്ലവറെ അതിൻ്റെ അറ്റം, അതിൻ്റെ എൻഡ് നമുക്ക് വളച്ച് താഴോട്ട് കൊണ്ടുവരാൻ ഇതുപോലുള്ള സ്റ്റിക്ക് മതി. സിസർ കൊണ്ടും ചെയ്യാം. പിന്നെ 3-4 ഫ്ലവറെ നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ വലിയ കമ്പിയിലല്ല ഞാനിപ്പോൾ ഇത് കെട്ടി വരുന്നത്. ഇപ്പോൾ ഇതുപോലത്തെ സ്റ്റിക്കിലാണ് ഞാനിതെല്ലാം സെറ്റ് ചെയ്ത് വരുന്നത്. ഇത് ഒത്തിരി എളുപ്പമുണ്ട്, നല്ല ബലമുള്ള സ്റ്റിക്കാണ്. ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിനകത്ത് വേണ്ടിയിട്ടുള്ളത്. ഇതേ മോഡലിലുള്ള ലീഫാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഫ്ലവർ ഇത് ആദ്യമായിട്ട് നമുക്ക് ലീഫ് സെറ്റ് ചെയ്യാം. ഇത് നമുക്ക് രണ്ടായിട്ട് മടക്കി ഇതിൻ്റെ മിഡിൽ കൂടി ഒരു കമ്പി ഇട്ടിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇത് ഇത്ര നീളം വേണ്ട. കമ്പി ഇത് കനം കുറഞ്ഞ കമ്പിയാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത്. ഫെവിക്കോൾ വിരട്ടുക. ഇത് പല മോഡലിലും നമുക്ക് ലീഫ് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ അങ്ങ് ചെയ്തതിന് ശേഷം അത് നമുക്ക് ഷേപ്പ് ചെയ്യാം. ഇത്രയും നീളം ഒരു ബുദ്ധിമുട്ട് പോലെ എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാനൊരു സ്വല്പം ഭാഗം കട്ട് ചെയ്യുക. അതിന് ശേഷം ഷേപ്പ് ചെയ്തെടുക്കുക. കമ്പി ഇപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒക്കെ പോകുന്നു. മിഡിലായിട്ട് തന്നെ ഇരിക്കട്ടെ. നമ്മൾ ഈ കട്ട് ചെയ്യുന്ന ഭാഗങ്ങൾ എടുത്ത് വെക്കാമെങ്കിൽ നമുക്കത് വേറെ ലീഫിനും ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ 2 ലീഫ് ഇവിടെ സെറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഫ്ലവർ സെറ്റ് ചെയ്യാം. ഏകദേശം ഈ ഫ്ലവറെ ഒരെണ്ണം സെറ്റ് ചെയ്യാനായിട്ട് ഇത്രയും നീളം മതി. അതൊന്ന് മടക്കിയിട്ട് അതിൻ്റെ മിഡിലുള്ള ഭാഗം സെറ്റ് ചെയ്യാനായിട്ടൊന്നും ചെയ്യാൻ ആദ്യമായിട്ട് ഇത് ചെറുതായിട്ട് നമ്മൾ മടക്കിയിട്ട് അങ്ങ് അരിഞ്ഞെടുക്കുക, കട്ട് ചെയ്തെടുക്കുക. ചെറുതായിട്ടങ്ങ് കട്ട് ചെയ്താൽ മതി. പിന്നെ കൂട്ടി പിടിച്ചിട്ട് കെട്ടുക. കെട്ടുകമ്പിയെ കെട്ടിക്കൊണ്ട് വരിക. കമ്പിയെടുത്ത് അറ്റം വളച്ചു.
ഈ ഫ്ലവേഴ്സ് നമുക്ക് ഒത്തിരി സെറ്റ് ചെയ്യാമെങ്കിൽ നമുക്ക് ഒത്തിരി സെറ്റ് ചെയ്യല്ല, നമ്മൾ ചെയ്യുന്നത് നല്ല ആൾക്കായിട്ടോ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാമെങ്കിൽ നമുക്കിതൊരു സെയിലായിട്ട് കൊണ്ടുപോകാം മുന്നോട്ട്. നല്ല നല്ല ഒരു ബിസിനസ് ആയി വരും ഇത്. ഇതിൻ്റെ മിഡിലായിട്ട് വെക്കുന്ന ഭാഗം ഇതേ മോഡലിൽ ഞാൻ സെറ്റ് ചെയ്തെടുത്തു. നെക്സ്റ്റ് പോർഷൻ പൂവിൻ്റെ വലുപ്പം അനുസരിച്ച് നമുക്ക് വലിയത് വേണമെങ്കിൽ വലിയ നീളത്തിലെടുക്കുക, അതല്ലെങ്കിൽ ചെറുത് മതിയെങ്കിൽ ചെറുതായിട്ട് എടുക്കുക. എടുത്തു. ഇങ്ങനെ മടക്കി ഇത് എന്നിട്ട് ഇത് 4 പെറ്റലാണ് ഞാൻ എല്ലാത്തിനും വെട്ടിയേക്കുന്നത്. അറ്റം വരെ ഇനി മുഴുവൻ ഭാവവും വെട്ടിക്കളയരുത്. നമുക്ക് ഇതെല്ലാം ഇട്ട് കെട്ടാനായിട്ട് നമുക്ക് കുറച്ച് പോർഷൻ ഇട്ടേക്കണം. ഇതൊരു പെറ്റലിൻ്റെ വലുപ്പം നീളം. എന്നിട്ട് ഇവിടെ ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിങ്ങനെ 1 2 4. അതിനുശേഷം ഇതൊന്ന് ഡിസൈൻ ചെയ്യാനുണ്ട്. ഇവിടെ നമ്മൾ പെറ്റൽ നന്നായിട്ട് ഷേപ്പ് ചെയ്യുന്നത് പോലെ ഒന്ന് വെട്ടിക്കൊണ്ടുവരിക. അത് ഓരോന്നും ഓരോ വളച്ചു വെട്ടുക. ഈ സൈഡ് വെട്ടിയതിന് ശേഷം മറുവശം നമുക്ക് വെട്ടാം. ഈ പാവം കട്ട് ചെയ്ത് വന്നപ്പോഴത്തേന് ഇതേ മോഡലിലായി. അതിനുശേഷം ഈ അടിവശം ഒന്ന് വലിക്കുക. ഫിനിഷ് പേപ്പർ നല്ലതായിട്ട് ഫ്ലെക്സിബിളാണ്. എന്നിട്ട് നമ്മളെ ഇവിടെ ഫെവിക്കോള് പുരട്ടുക. ഇതിൽ നമ്മളിത് ചുറ്റിയെടുക്കുക. ഇതിൻ്റെ പുരട്ടുക. ശേഷം ഈ ഓരോ പെറ്റലും സിസർ കൊണ്ട് അടിക്കുക. ഇതേ മോഡലിൽ നമുക്ക് ഫ്ലവർ കിട്ടും. ഇത് നമുക്ക് വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ഈ പെറ്റൽസിൻ്റെ എണ്ണം കൂട്ടുകയോ ഒക്കെ ചെയ്യാം. നമുക്ക് ഫ്ലവർ ഇവിടെ സെറ്റ് ചെയ്തു.
എല്ലാ ലീഫും കൂടെ നമ്മൾ ഈ ഫ്ലവറെ തന്നെ സെറ്റ് ചെയ്യേണ്ട. നമുക്ക് ഇടയ്ക്ക് കമ്പിയിലായിട്ടോ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ സിംഗിളായിട്ട് നമുക്ക് ലീഫ് സെറ്റ് ചെയ്തെടുക്കാം. കൂടുതൽ ലീഫ് വെക്കുന്ന കൂടുതൽ ഭംഗിയുണ്ട്. ലീഫ് നല്ലതായിട്ട് സെറ്റ് ചെയ്യുക ഫ്ലവറെ. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഓക്കെ, വീണ്ടും ഒരു അടിപൊളി ഫ്ലവറുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.